മഹാനായ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് വരെയായിരുന്നു കർബലയുടെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചിരുന്നത്. മരണത്തിൻ്റെ തൊട്ട് മുന്നേ, ഷഹാദത്തിൻ്റെ തൊട്ട് മുന്നേ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഷിയയിൽപ്പെട്ട ഞങ്ങളുടെ ആളുകൾക്കുമിടയിൽ നീയാകുന്നു വിധികർത്താവ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജ്റ 60-ാമത്തെ വർഷം ദുൽഹജ്ജ് 9-നാണ് മഹാനായ മുസ്ലിം ഇബ്നു അഖീലിൻ്റെ മരണമുണ്ടാകുന്നത്. അദ്ദേഹം മരിക്കുന്നതിൻ്റെയും ആഴ്ചകൾക്ക് മുന്നേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം കത്തയച്ചിട്ടുണ്ടായിരുന്നു. കൂഫ സജ്ജമാണ്, കൂഫയിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം, ഇവിടെയുള്ള ആളുകളൊക്കെ നമ്മളുടെ കൂടെയുണ്ട്. ആ കത്തയച്ചതിന് ശേഷമാണ് ഈ വലിയ ചതിയും വഞ്ചനയും മുഴുവൻ നടക്കുന്നത്. കൂഫക്കാർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ചതിയും വഞ്ചനയും അതിന് ശേഷമാണ് കാണിക്കുന്നത്. ഈ വിവരങ്ങളൊന്നും ആരറിയുന്നില്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയുന്നില്ല. അദ്ദേഹം ഹിജ്റ 60-ാം വർഷം ദുൽഹജ്ജ് 8-ാം തീയതി മക്കയിൽ നിന്ന് തൻ്റെ ആളുകളെയൊക്കെ കൂട്ടി പുറപ്പെടുകയാണ്. 100 കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെടുന്നുണ്ട്. പക്ഷേ അത്ഭുതമുളവാക്കുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് കൂഫയിലേക്ക് പുറപ്പെട്ടപ്പോൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മുതിർന്ന സ്വഹാബത്ത് മുഴുവൻ അദ്ദേഹത്തെ വിലക്കി, അദ്ദേഹത്തെ തടഞ്ഞു. അതിൽ വളരെ പ്രസിദ്ധരായ സ്വഹാബികൾ, മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ശക്തമായി പറഞ്ഞു, പോകരുത്, കൂഫയിലേക്ക് പോകരുത്. അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും കൂഫയിലേക്ക് പോകരുത്. കാരണം ഹുസൈൻ, നിന്റെ വാപ്പ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ മുതിർന്ന ആളാണ്, ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ ഒരു ബന്ധമുള്ളതാണ് അവർ തമ്മിൽ. നിന്റെ വാപ്പയോട് കൂഫക്കാര് ചെയ്തത് എന്താണെന്ന് കൃത്യമായി നമ്മൾ കണ്ടതാണ്. അത് അങ്ങയോടും ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പോകരുത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്ന് അവർ സഞ്ചരിക്കുന്ന വഴിയിൽ വെച്ച് കൃത്യമായി തടഞ്ഞ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാരമാണ് വളരെ വിഖ്യാതമായത്. അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാലോ, അദ്ദേഹം ഒരു സാഹിദായിരുന്നു. അദ്ദേഹത്തിന് ദുനിയാവിനോടൊരു ആഗ്രഹമില്ലാതെ ഈ പറയുന്ന രാഷ്ട്രീയമായ ചേരിതിരിവുകൾ മുസ്ലിം ലോകത്തുണ്ടാകുമ്പോൾ അതിലേതെങ്കിലും ഒരു പക്ഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ സംഗതി അദ്ദേഹം വളരെ സ്നേഹവായ്പോടെ പറയാണ്. കാരണം അദ്ദേഹത്തോട് പ്രവാചകൻ അങ്ങനെയാണ് സംസാരിച്ചത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പലപ്പോഴും സംസാരിച്ചതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ തോളത്ത് കൈവച്ച്, അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച്, അദ്ദേഹത്തെ തലോടി, അദ്ദേഹത്തിന് നൽകിയ ഉപദേശങ്ങൾ ആ മഹാനുഭവന്റെ മനസ്സിൽ അത്രമേൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, മോനെ, നീ പോകരുത്, കൂഫയിലേക്ക് പോകരുത്. ഞാൻ ആർക്കും ഇന്ന് വരെ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നിനക്ക് പറഞ്ഞുതരാം. ഞാനിത് ആർക്കും പറഞ്ഞു കൊടുത്തില്ല, നിന്നോടാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹ്, അല്ലാഹു ഒരു അടിമക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ബൈന അയ്യുതീഹി മിൻ സഹറത്തി ദുനിയാ മാഷാ, ദുനിയാവിൽ അവൻ ഉദ്ദേശിക്കുന്നത് എന്തും കൊടുക്കാം, എന്ത് വേണമെങ്കിലും ദുനിയാവിൽ എടുക്കാം. വബൈനമാ ഇൻദഹ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് തിരഞ്ഞെടുക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, ഒരു അടിമക്ക് അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തു തിരഞ്ഞെടുക്കാൻ, എന്ത് ദുനിയാവിൽ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് തിരഞ്ഞെടുക്കാം. ഫഖ്താറ മാ ഇൻദല്ലാഹ്, പക്ഷേ ആ അടിമ അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് തിരഞ്ഞെടുത്തു. ആ അടിമ ആരാണ് സഹോദരന്മാരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അടിമ. ഈ ഹദീസ് പറഞ്ഞിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, മോനെ, നിന്റെ ഉപ്പാപ്പ, നിന്റെ വല്യുപ്പ അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് തെരഞ്ഞെടുത്തപ്പോൾ ഈ ദുനിയാവിനെ മുഴുവൻ അദ്ദേഹം നിരാകരിക്കുകയായിരുന്നു, വേണ്ടാന്ന് വെക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് കൂടിയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകൾക്കും വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്തത് ദുനിയാവല്ല, ആഖിറമാണ്. അതുകൊണ്ട് അധികാരത്തിന് വേണ്ടി പുറപ്പെടരുത്, അധികാരം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പുറപ്പെടരുത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് ഏത് കാലഘട്ടത്തിലും നിങ്ങൾ നോക്ക്, രാഷ്ട്രീയം
എപ്പോഴും കളങ്കിതമായിരിക്കും, എപ്പോഴും കളങ്കം നിറഞ്ഞതായിരിക്കും. അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റി നിർത്തുകയായിരുന്നു. പക്ഷേ ഈ ഉപദേശങ്ങൾക്കെല്ലാം മറുപടിയായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് 2 കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. ഒന്ന്, നിങ്ങളിതാ ഈ ഒട്ടകം നോക്കൂ, ഈ ഒട്ടകപ്പുറത്ത് മുഴുവൻ 2 ഭാണ്ഡക്കെട്ടുകളിൽ കൂഫയിലെ ജനങ്ങൾ എനിക്ക് അയച്ച കത്താണ്. ഹുസൈൻ അങ്ങ് വന്ന് ഖിലാഫത്ത് ഏറ്റെടുക്കണം, അങ്ങ് വന്ന് ബൈഅത്ത് സ്വീകരിക്കണമെന്ന കൂഫക്കാരുടെ നിർബന്ധം പിടിച്ച കത്തുകളാണ്. ഇതിനെ ഞാൻ എങ്ങനെ അവഗണിക്കും? ഒരു ജനത മുഴുവൻ എന്നിൽ പ്രതീക്ഷയും വിശ്വാസവും അർപ്പിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിനെ അവഗണിക്കുക? രണ്ടാമത്തത്, ഞാൻ ഈ മക്കയിൽ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ കാരണം ഈ മക്കയിൽ ഒരു രക്തച്ചൊരിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ മക്കൾക്ക് പുറത്തു വെച്ച് മരിക്കുന്നതാണ് നല്ലത്, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ഉപദേശങ്ങൾ മുഴുവൻ, ഈ മുന്നറിയിപ്പുകൾ മുഴുവൻ നിരാകരിച്ച് അദ്ദേഹം കൂഫയിലേക്ക് പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അദ്ദേഹം ഇറാഖിനോട് അടുത്ത പ്രദേശത്തെത്തിയപ്പോൾ, ഇറാഖ് കൂഫ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖിൻ്റെ, ആധുനിക ഇറാഖിൻ്റെ പ്രവിശ്യയാണ്. ഇറാഖിനോട് അടുത്തെത്തുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അഷ്അത്ത് എന്ന് പറയുന്ന ഒരാളെ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ മുന്നേ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ത്? ഈ കത്ത് എത്തിക്കണമെന്ന് മരണത്തിന്റെ മുന്നേ ഈ കൂഫയിൽ സംഗതിയാകെ മാറി പറഞ്ഞിട്ടുണ്ട്, കൂഫക്കാര് ചതിച്ചിട്ടുണ്ട് എന്ന വിവരം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കണമെന്ന് കത്ത് എഴുതിയിട്ടുണ്ട്. ആ കത്ത് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇറാഖിന്റെ അടുത്തെത്തുമ്പോഴാണ്. അതിന്റെ മുന്നേ ഹുസൈൻ റളിയല്ലാഹു അൻഹു 2 ദൂതന്മാരെ പറഞ്ഞയച്ചു കൂഫയിലേക്ക്. 2 ദൂതന്മാരെ. അതിലൊന്നാമത്തെ ദൂതനെ ഇബ്നു സിയാദിന്റെ ആളുകൾ പിടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. രണ്ടാമത്തെ ദൂതനെ അവർ ഈ പറയുന്നത് പോലെ കൂഫക്കാരിൽ ചില ആളുകളിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്ദേശം എത്തിക്കാൻ രണ്ടാമത്തെ ദൂതന് കഴിഞ്ഞെങ്കിലും ആ ദൂതനെയും അവർ കൊണ്ടുപോയി മുസ്ലിം ഇബ്നു അഖീലിനെ കൊന്ന അതേ കോട്ടയുടെ മുകളിലേക്ക് കൊണ്ടുപോയി എറിഞ്ഞു കൊല്ലുന്നതിന്റെ തൊട്ട് മുന്നേ ആ ദൂതൻ പറഞ്ഞു, ഹുസൈൻ എത്തിയിട്ടുണ്ട്, നിങ്ങളുടെ ക്ഷണപ്രകാരം പ്രവാചകന്റെ പേരക്കുട്ടി എത്തിച്ചേർന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ പ്രവാചകന്റെ പേരക്കുട്ടിയെ സംരക്ഷിക്കാനുള്ള കരുതലുകൾ നിങ്ങൾ എടുത്തുകൊള്ളുക, മുൻകരുതലുകൾ നിങ്ങൾ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ദൂതൻ മരണപ്പെടുന്നത്. ഇതിനുശേഷമാണ് മുസ്ലിം ഇബ്നു അഖീലിന്റെ ഈ പറയുന്ന സന്ദേശം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടുന്നത്. ആ കത്ത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, കൂഫയാകെ മാറി മറിഞ്ഞിട്ടുണ്ട്, കൂഫക്കാര് വഞ്ചിച്ചിട്ടുണ്ട്, കൂഫക്കാര് ചതിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പേരക്കുട്ടി പറഞ്ഞു, ഇതാ നമ്മൾ വലിയ അപകടത്തിലാണ്, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെയല്ല, നിങ്ങളിൽ ആർക്കെങ്കിലും പിന്തിരിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞപ്പോൾ അഹ്ലു ബൈത്ത് ഒഴികെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ടവരൊഴികെ ബാക്കിയുള്ള ആളുകളൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുമതിയോടെ പിരിഞ്ഞുപോയി. 70 ചില്ലാനം ആളുകൾ മാത്രം, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട 70 ചില്ലാനം ആളുകൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് അവിടെ ബാക്കിയാകുന്നത് എന്ന് നമുക്ക് കാണാം. ആ കൂട്ടത്തിൽ മഹാനായ മുസ്ലിം ഇബ്നു അഖീലിന്റെ മക്കളുണ്ട്. മുസ്ലിം ഇബ്നു അഖീലിന്റെ മക്കളുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾക്കിനി തിരിച്ചു പോക്കില്ല, ഞങ്ങളുടെ ഉപ്പാനെ കൊന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ കൊന്നു, ഞങ്ങൾക്കിനി തിരിച്ചു പോക്കില്ല. ആ കൂട്ടത്തിൽപ്പെട്ട അഹ്ലുൽ ബൈത്തിൽപ്പെട്ട വേറെ ചില ആളുകൾ പറഞ്ഞു, ഹുസൈൻ, ഒരിക്കലും മുസ്ലിം ഇബ്നു അഖീലിന്റെ അവസ്ഥ അങ്ങേക്ക് വരാൻ സാധ്യതയില്ല, കാരണം അങ്ങയെ കാണുമ്പോൾ കൂഫക്കാർ മുഴുവൻ അവർക്ക് മനംപാറ്റം വരും, അവരങ്ങയുടെ കൂടെ നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു. ഈ 2 ഉപദേശങ്ങളും സ്വീകരിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഷിയാക്കളും അഹ്ലുസുന്നയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഷിയാക്കൾ വിശ്വസിക്കുന്നത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കർബലയിലേക്ക് പോയത് താൻ മരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടാണ്. എന്നാൽ അഹ്ലുസുന്നയുടെ വിശ്വാസം ഒരിക്കലും അതല്ല. ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ മരണത്തിലേക്ക് പോയിട്ടില്ല, അങ്ങനെ അദ്ദേഹം പോവുകയുമില്ല. അദ്ദേഹം കൃത്യമായി താൻ വിജയിക്കുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് യാത്ര ചെയ്തത്. അദ്ദേഹം ഒരിക്കലും മരണത്തിലേക്ക് എടുത്തു ചാടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹിജ്റ 61-ാമത്തെ വർഷം മുഹറം 3-ാം തീയതി ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കർബല എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിച്ചേരാൻ. കർബല എന്ന് പറയുന്ന പ്രദേശത്ത് അവർ എത്തിച്ചേരാൻ ആ സമയത്ത് ഇബ്നു സിയാദ് ഒരു വലിയ സൈന്യത്തെ, 1000കണക്കിന് പട്ടാളം വരുന്നൊരു വമ്പിച്ച സൈന്യ സന്നാഹം ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ അദ്ദേഹത്തോടൊപ്പം വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു ചെറിയ സംഘത്തെ തടയുന്നതിന് വേണ്ടി ഇബ്നു സിയാദ് ഏർപ്പാടാക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിലെ
ഏറ്റവും വലിയ വൃത്തികെട്ട മനുഷ്യൻ. അഹ്ലുസുന്നയുടെ ഇമാമുകൾ മുഴുവൻ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് കാരണനായ ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ വൃത്തികെട്ട മനുഷ്യനെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. പ്രിയപ്പെട്ടവരെ, ഈ സൈന്യത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് ചരിത്രം നിങ്ങൾ നോക്കണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ അതിലുള്ള ഹിക്മത്ത് എന്താണെന്ന് നമുക്കറിയില്ല. നോക്ക്, ഈ സൈന്യത്തിൻ്റെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തടയാൻ വന്ന ഈ സൈന്യത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് ഉമർ ഇബ്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അതായത് സഹാബിയല്ല, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായിരുന്ന ഉമർ ആയിരുന്നു ഈ സൈന്യത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടാണ്, വളരെ മൃദുവായിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി ഇടപഴകിയത്. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹു കത്തയച്ചു, എന്തിനാണ് നിങ്ങൾ വന്നത്? ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിച്ചു കത്തയച്ചു, ഞാൻ വന്നത് ഇതാ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. കൂഫയിലെ ജനങ്ങൾ അവർ എന്നെ വിളിച്ചതാണ്, എന്നെ ക്ഷണിച്ചതാണ്, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം വന്നതല്ല. ഇനി കൂഫയിലെ ജനങ്ങൾക്ക് എന്നെ വേണ്ടേ? ഞാൻ തിരിച്ചു പോകാം. ഞാനൊരു യുദ്ധത്തിനോ ഒരു കലാപത്തിനോ ഒരു കോലാഹലത്തിനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ തിരിച്ചു പോകാം. ഈ വിവരം ഉമർ ഇബ്നു സഅദ് ഇബ്നു അബീ വഖാസ് ഇബ്നു സിയാദിൻ്റെ അടുത്ത് എത്തിക്കാൻ ഇബ്നു സിയാദ് പറയാണ്, ഇനിയൊരു തിരിച്ചു പോക്കില്ല, ഇവിടെ വന്ന് എൻ്റെ കൊട്ടാരത്തിൽ വന്ന് എന്നെ ബൈഅത്ത് ചെയ്തിട്ട് തിരിച്ചു പോകാം. ഹുസൈൻ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം ഇബ്നു സിയാദിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, ഹുസൈൻ റളിയല്ലാഹു അൻഹു മാത്രമല്ല, ലോകത്ത് മുസ്ലിമായി ജനിച്ച ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ആളാണ് ഇബ്നു സിയാദ്. ഇബ്നു സിയാദിന് ബൈഅത്ത് ചെയ്യാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. അദ്ദേഹം 3 ഉപാധികൾ മുന്നോട്ട് വെച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു 3 ഉപാധികൾ മുന്നോട്ട് വെച്ചു. അതിലൊന്നാമത്തത്, ഞാൻ വന്നതുപോലെ മക്കയിലേക്ക് തിരിച്ചു പോകാം, ഒന്നാമത്തെ ഉപാധി. രണ്ടാമത്തത്, അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ എന്നെ നിങ്ങൾ യസീദ് ഇബ്നു മുആവിയ, അന്നത്തെ ഖലീഫ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, യസീദ് ഇബ്നു മുആവിയയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകണം. യസീദ് ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു സംഗതി ഒരിക്കലും അദ്ദേഹം ചെയ്യില്ല. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു യസീദിനോട്, തൻ്റെ മകനോട് ആവർത്തിച്ച് ഉപദേശിച്ച കാര്യമാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരെ വേദനിപ്പിക്കരുത്, അവരെ ഉറപ്പിക്കരുത്, അവരെ ദേഷ്യം പിടിപ്പിക്കരുത്, അവരെ ഇടങ്ങേറാക്കരുത്, ആവർത്തിച്ച് ഉപദേശം കൊടുത്താണ്. അതുകൊണ്ട് യസീദിനെ സംബന്ധിച്ചിടത്തോളം ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉപദ്രവിക്കാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, അവർ തമ്മിൽ ബന്ധമുണ്ട്, അവർ തമ്മിൽ അറിയുന്നവരാണ്, അതുകൊണ്ട് എന്നെ മക്കയിലേക്ക് തിരിച്ചു പോകാനുള്ള ഉപാധി നിങ്ങൾ അംഗീകരിക്കുന്നത്, എന്നെ യസീദിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും, ഞാൻ യസീദുമായി സംസാരിക്കാം. ഇത് രണ്ടും നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ മൂന്നാമതായി ഞാൻ മുന്നോട്ട് വെക്കുന്ന ഉപാധി, എന്നെ നിങ്ങൾക്ക് നാട് കടത്താം. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ്. ഈ 3 ഉപാധികൾ മുന്നോട്ട് വെക്കാൻ, ഒന്നുകിൽ ഞാൻ മക്കയിലേക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ എന്നെ യസീദിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ നാട് കടത്താം, ഞാൻ ഏതെങ്കിലും വിദൂര പ്രദേശത്ത് പോയി ജീവിച്ചോളാം. പക്ഷേ ഇബ്നു സിയാദ് എന്ന് പറയുന്ന തെമ്മാടിയായ മനുഷ്യൻ ഈ 3 ഉപാധികളും അംഗീകരിച്ചില്ല. അയാൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകിൽ ഇവിടെ വന്ന് എന്നെ ബൈഅത്ത് ചെയ്യുക, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക. ഈ ആയിരക്കണക്കിന് വരുന്ന പട്ടാളക്കാരോട് വിരലിലെണ്ണാവുന്ന ഈ ആളുകൾ യുദ്ധത്തിന് അതായത് മരിക്കാൻ തയ്യാറാവുക, നിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ പോവാൻ. പ്രിയപ്പെട്ടവർ, ഇതൊരിക്കലും അഹ്ലുസുന്നയുടെ ഇമാമുകൾ മുഴുവൻ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ മുഴുവനും പറയുന്നത്, ഇബ്നു സിയാദ് ഈ കൃത്യങ്ങൾ ചെയ്തത് ഒരിക്കലും യസീദിന്റെ അനുമതിയോടെയല്ല, യസീദിന്റെ അറിവോടെയുമല്ല. കാരണം സിറിയയിൽ നിന്ന് കൂഫയിലേക്ക് ഇങ്ങനെ ഒരു സന്ദേശം, യസീദിന്റെ അനുമതി സന്ദേശം എത്തണമെങ്കിൽ തന്നെ ഒരുപാട് സമയമെടുക്കും. ഇത് വന്ന് ദിവസങ്ങൾക്കുള്ളിലാണ്. ഷിയാക്കൾ പറയുന്നത് പോലെ 10-40 ദിവസം അവിടെ കടന്ന് നരകിക്കേണ്ടി വന്നിട്ടില്ല. ഏതാനും ദിവസം ശക്തമായ പീഡനങ്ങളും പ്രയാസങ്ങളും ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ളവരും അനുഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഇബ്നു സിയാദ് പറയാണ്, ഒന്നുകിൽ എന്നെ ബൈഅത്ത് ചെയ്യുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക, യുദ്ധത്തിന് തയ്യാറാവുക. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം, നമുക്ക് തോന്നുന്നുണ്ടോ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടി പേടിച്ചിട്ടൊരു കാര്യത്തിന് തയ്യാറാവുന്നത്? പേടിച്ച് തോറ്റു കൊടുക്കും നമുക്ക് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഹുസൈൻ റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. അങ്ങനെ കൃത്യം ഹിജ്റ 69-ാമത്തെ വർഷം മുഹറം 10-ാം തീയതി ഷിമർ എന്ന് പറയുന്ന ചരിത്രത്തിലെ കുപ്രസിദ്ധനായ ഒരു സൈന്യാധിപന്റെ, നോക്ക്, ഈ ആക്രമണത്തിൽ ഉമർ ഇബ്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പങ്ക് കുറവാണ്. അദ്ദേഹത്തിന്റെ നേലായി ഉണ്ടായിരുന്ന ഷിമർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സൈന്യാധിപൻ, അയാളാണ് ആക്രമിക്കാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുന്നത്. ആക്രമണം തുടങ്ങിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റിലും അഹ്ലു ബൈത്തിൽപ്പെട്ട പുരുഷന്മാർ നിരന്നു നിന്നു. സൈന്യം ഓരോരുത്തരെയായി കൊന്നു.
അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഓരോ മനുഷ്യരും മരണപ്പെട്ട് അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയുടെ ഭൂമിയിൽ ഒറ്റക്കായി. പക്ഷേ അദ്ദേഹത്തിന് നേർക്ക് വാള ഓങ്ങാൻ ആരും ധൈര്യപ്പെട്ടില്ല. അങ്ങനെയാണ് 3-4 വരുന്ന ഷിമറിൻ്റെയും സിനാൻ എന്ന് പറയുന്ന മറ്റൊരു വൃത്തികെട്ടവൻ്റെയും നേതൃത്വത്തിൽ 3-4 ആളുകൾ വന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുന്നത്. അദ്ദേഹത്തെ തലങ്ങും വിലങ്ങും വെട്ടി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി കർബലയുടെ യുദ്ധത്തിൽ വീണു. അദ്ദേഹം മരണപ്പെട്ടു, അന്ത്യശ്വാസം വലിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയറുത്തു ഇവർ. ഷിമർ എന്ന് പറയുന്ന, സിനാൻ എന്ന് പറയുന്ന 2 ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയറുത്തിട്ട് ഇബ്നു സിയാദിന് കാഴ്ചവെച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സമയം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയറുത്ത് ഈ പറയുന്ന യസീദിൻ്റെ ഭരണാധികാരി ഇബ്നു സിയാദിന് കാഴ്ചവെച്ചപ്പോൾ ഒരു പാത്രത്തിലായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. ആ പാത്രത്തിലുള്ള തലയിൽ വടിയെടുത്തുകൊണ്ട് ഇബ്നു സിയാദ് വളരെ മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞ് ആ വടിയെടുത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നു. കാണികളിൽ മഹാനായ ഖാദിമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക്, അദ്ദേഹം വൃദ്ധനായിട്ടുണ്ട്. അദ്ദേഹം ആ കാണികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, വല്ലാഹി, നിങ്ങൾ ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശിരസ്സുണ്ടല്ലോ, നിങ്ങൾ ഈ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശിരസ്സുണ്ടല്ലോ, ഈ ശിരസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, സ്നേഹത്തോടെ മുത്തമിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂലിനോട് സാദൃശ്യമുള്ള ഹുസൈനേക്കാൾ റസൂലിനോട് സാദൃശ്യമുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാം. നമുക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, കർബല എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ കേട്ട് തീർക്കാൻ പറ്റിയ ഒരു ചരിത്രമല്ല. വേദനയുടെയും സങ്കടത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ കർബല എന്ന് പറയുന്നത്. ആരാണ് കർബലയിൽ യഥാർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ? ആരാണ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ? സ്വഹാബികൾ, അന്ന് ജീവിച്ചിരുന്ന സ്വഹാബികൾക്ക് കൃത്യമായി അറിയാം ആരാണ് ഉത്തരവാദികളെന്ന്. അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ, അവരുടെ ചെവിയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണവാർത്ത എത്തിയപ്പോൾ അവർ കൂഫക്കാരെ ശപിക്കുകയാണ് ചെയ്തത്. കൂഫക്കാരെ ശപിച്ചു അവർ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരക്കുട്ടിയെ വിളിച്ചു വരുത്തി നിങ്ങൾ കൊലക്ക് കൊടുത്തു എന്ന് അവർ പറഞ്ഞു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹറമിൽ വെച്ച് ആളുകൾക്ക് സംശയ ദൂരീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂഫക്കാരൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇഹ്റാമിലായിരിക്കുമ്പോൾ കൊതുവിനെ കൊല്ലാൻ പറ്റുമോ, ഈച്ചയെ കൊല്ലാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ഈച്ചയെ കൊല്ലുന്നതാണോ കൂഫക്കാരെ നിനക്ക് പ്രശ്നം? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരക്കുട്ടിയെ കൊലക്ക് കൊടുത്തവരല്ലേ നിങ്ങൾ? ഒരു ഈച്ചയെ കൊല്ലുന്നതാണോ നിങ്ങൾക്ക് പ്രശ്നം? ഒരു കൊതുവിനെ കൊല്ലുന്നതാണോ നിങ്ങൾക്ക് പ്രശ്നമല്ല? കൂഫക്കാരനായ ഒരാളോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ചോരയുടെ, അദ്ദേഹത്തിന്റെ ജീവന്റെ, അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ രക്തത്തിന്റെ, ആ പ്രവാചകന്റെ പേരക്കുട്ടിയുടെ പരിപാവനമായ രക്തം ചീന്തിയതിന്റെ ഒന്നാമത്തെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് മക്കയിൽ സമാധാനത്തോടെ ജീവിച്ചിരിക്കുകയായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തുടരെ കത്തുകളയച്ച്, പ്രതിനിധികളയച്ച് ഈ പറയുന്ന കൊലക്കയറിലേക്ക്, ഈ പറയുന്ന കർബല എന്ന രണഭൂമിയിലേക്ക് എത്തിച്ച കൂഫക്കാരാണ്, ഇന്നത്തെ ഷിയാക്കളുടെ പൂർവികരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നത്തെ ഷിയാക്കൾ, ആ ഷിയാക്കളുടെ പൂർവികർ, ഇന്നത്തെ ഇത്ന ആശരി ഷിയാക്കൾ അടങ്ങുന്ന ഷിയാക്കളുടെ പൂർവികരാണ് പ്രിയപ്പെട്ടവരെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലക്ക് കൊടുത്തത്, ചതിച്ചത്. നോക്ക് നിങ്ങൾ, ഇത്രയും ദിവസം കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ടും ഹുസൈൻ അള്ളാഹിന്റെ റസൂലിന്റെ പേരക്കുട്ടി തങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കർബലയുടെ ഭൂമിയിൽ ഉണ്ടെന്നറിഞ്ഞിട്ടും കൂഫയിൽ ഒരു മനുഷ്യൻ ഇറങ്ങിയിട്ടില്ല, ഒരു മനുഷ്യൻ അവിടേക്ക് വന്നിട്ടില്ല. എത്രത്തോളം എന്നറിയോ? ഇബ്നു സിയാദിന്റെ പട്ടാളത്തിൽപ്പെട്ട ചില ആളുകൾ മനം മാറിയിട്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ പക്ഷത്തേക്ക് പോയി അവിടുന്ന് മരണപ്പെട്ടു. പക്ഷെ കൂഫയിലെ ഒരൊറ്റ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നെത്തിയിട്ടില്ല. ഇത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വരെ ഈ കൂഫക്കാരെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആ നാടിന്റെ ഗതി എന്താണെന്ന്, ആ നാടിന്റെ അവസ്ഥ എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിലപാടുകൾ എടുക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഒരിക്കൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് കരയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊഴുകുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് റസൂലെ താങ്കൾ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സ്വന്തം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, എൻ്റെ സ്വന്തം ഷിയയിൽപ്പെട്ട ആളുകൾ, അവർ ഹുസൈനെ കൊല്ലും, യൂഫ്രട്ടീസിൻ്റെ തീരത്ത് വെച്ച് ഹുസൈനെ കൊല്ലുമെന്ന് ജിബ്രീൽ ഇപ്പോൾ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ അവരോടുള്ള സ്നേഹവായ്പിൻ്റെയും കരുതലിൻ്റെയും വാത്സല്യത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിജ്റ 61-ാമത്തെ വർഷം മുഹറം 10 സംഭവിച്ച ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് കാണുന്ന ഈ അനാചാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിൻ്റെ അഖീദയുമായി ഒരു ബന്ധവുമില്ലാത്ത ഷിയാക്കളുടെ ആവിർഭാവം ഉണ്ടാകുന്നത്. അതുവരെ ഉണ്ടായിരുന്നത് രാഷ്ട്രീയ ഷിയാക്കൾ മാത്രമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വിശ്വാസത്തിലും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമാണത്തിൽ നിന്നും ദൂരെ പോകാൻ തുടങ്ങിയാണ്. അതിൻ്റെ ഒന്നാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മരണത്തിന് ശേഷം തവ്വാബൂൻ എന്ന് പറയുന്ന, അതായത് ഞങ്ങൾ ഖേദിക്കുന്നു, ഞങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്തത് ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച തവ്വാബൂൻ എന്ന് പറയുന്നൊരു വിഭാഗം കൂഫക്കാരുടെ നിന്ന് ഉണ്ടാവുകയാണ്. അങ്ങനെ ഹിജ്റ 65-ാമത്തെ വർഷം ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മരണത്തിന് 4 വർഷത്തിന് ശേഷം ഹിജ്റ 65-ാമത്തെ വർഷം മുഹറം മാസത്തിൽ ഇവർ പകരം വീട്ടാൻ വേണ്ടി പോവാണ്. എവിടേക്ക്? സിറിയയിലേക്കാണ് പോകുന്നത്. ഇബ്നു സിയാദിനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇവർ പുറപ്പെടുന്നത്. അങ്ങനെ ഇവരുടെ യാത്രാമധ്യേ ഇവർ കർബലയിൽ എത്തിച്ചേർന്നപ്പോൾ ഇവർ കരയാൻ തുടങ്ങും. കരയുക, സ്വന്തം ഉപദ്രവം ഏൽപ്പിക്കുക, നെഞ്ചത്തടിക്കുക, കൂക്ക് വിളിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ഇസ്നാഅശരി ഷിയാക്കൾ അടക്കമുള്ള ഷിയാക്കളുടെ ജനനം. അവിടെ വീണ്ടും അവരെ ശ്രദ്ധ പിടിച്ചു. ഒരു വലിയ ചതി അവർ നടത്തി. ആ ചതിക്ക് പ്രായശ്ചിത്തമായി ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഘാതകനെ കൊല്ലാൻ പോകുന്ന സമയത്ത് കർബലയിൽ വെച്ച് വീണ്ടും അവരെ ശ്രദ്ധ പിടിച്ചു. അവർ പിന്നീട് 2024 നമ്മൾ ഈ പള്ളിയിൽ ഖുതുബ പറയുന്ന സമയം വരെ ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് ശക്തമായ പോറലേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിക വിശ്വാസങ്ങളിൽ നിന്ന് വിദൂരമായ ഒരു ജനവിഭാഗം ഉണ്ടായി വരാൻ ആ കർബലയിലെ അന്നത്തെ ആ ഒരു സംഭവം കാരണമായി എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ, ഹിജ്റ 122 ഇതേപോലൊരു സംഭവം ഇനി ഉണ്ടാകുന്നുണ്ട്. ഹിജ്റ 122 ഇതേപോലെ റസൂലുള്ളാഹിൻ്റെ പരമ്പരയിൽപ്പെട്ട സെയ്ദ് റഹിമഹുല്ലാ അദ്ദേഹത്തെ ഇതേപോലെ കൂഫക്കാർ ക്ഷണിച്ചു. ഇതേപോലെ കത്തുകൾ, അതുപോലെ തന്നെ പ്രതിനിധികൾ ആവർത്തിച്ച് ക്ഷണിച്ചു. മദീനയിൽ നിന്ന് അദ്ദേഹം പുറപ്പെടുമ്പോൾ മദീനയിലെ വളരെ മുതിർന്ന ആളുകൾ, അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തെ തടഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇപ്രാവശ്യം സാധാരണ പോലെ ആവില്ല, ഇപ്രാവശ്യം എന്തായാലും കൂഫക്കാർ ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അദ്ദേഹം കൂഫയിലെത്തിയപ്പോൾ കൂഫയിലെ ആളുകൾ വിശ്വാസപരമായി വളരെ അപജയത്തിലെത്തിയിരുന്നു. അവരിദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖിനെയും ഉമറിനെയും തെറി പറയുമോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല. അള്ളാഹുവിൻ്റെ അനുചരന്മാർ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുചരന്മാർ, അള്ളാഹുവിൻ്റെ പ്രവാചകന് ഇത്രത്തോളം ഇഷ്ടപ്പെട്ട അനുചരന്മാർ, അവരെ ഞാൻ എങ്ങനെയാണ് തെറി പറയുക? അവരെ ഞാൻ എങ്ങനെയാണ് തള്ളിപ്പറയാൻ? അവരെ തള്ളിപ്പറയാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. കൂഫക്കാർ അദ്ദേഹത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൈയൊഴിഞ്ഞതുപോലെ കൈയൊഴിഞ്ഞു. അബ്ബാസി ഭരണകൂടത്തിന് കീഴിൽ അദ്ദേഹത്തിന് വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതാണ് യസീദി ഷിയാക്കൾ. അവർക്ക് അവരൊരിക്കലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ആയിഷ ബീവിനെ ഒന്നും അവർ തെറി പറയുകയോ തള്ളി പറയുകയോ ചെയ്യില്ല. അവർക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമാണ് ശക്തമായിട്ടുണ്ടാകും. എന്തായാലും അഹ്ലുസ് സുന്ന അതൊന്നും അംഗീകരിക്കുന്നില്ലെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ചരിത്രം പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ, ആവർത്തിച്ച് കൂഫക്കാരുടെ ചതിയുടെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ കർബല. ഹുസൈൻ റളിയല്ലാഹു പുറപ്പെടുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞില്ലേ, നിന്റെ വാപ്പയോട് ചെയ്തത് എന്താണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? എന്താ അലി റളിയല്ലാഹു അവർ ചെയ്തത്? അലി റളിയല്ലാഹു സിഫീൻ യുദ്ധത്തിൻ്റെ സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്തുള്ള ആളുകൾ ഖുർആൻ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഇവർ 2 ചേരികളായി.
ഒരു വിഭാഗം പറഞ്ഞു നമുക്ക് ചർച്ച വേണം, ചർച്ചയിലൂടെ സംഗതി പരിഹരിക്കണം. അങ്ങനെ അലി റളിയല്ലാഹു ചർച്ചയിലൂടെ സംഗതി പരിഹരിക്കാൻ ചർച്ച ചെയ്തപ്പോൾ വേറൊരു വിഭാഗം ഖവാരിജികളായിട്ട് പോയി. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, അള്ളാഹുവിന് മാത്രം ഹുക്മു, പിന്നെ എങ്ങനെ അവരുടെ ഹുക്മു സ്വീകരിക്കാം? എന്നിട്ട് ഈ ആളുകളോടുള്ള യുദ്ധത്തിലാണ് യുദ്ധം ചെയ്യാൻ അലി റളിയല്ലാഹു അൻഹു നിർബന്ധിക്കപ്പെട്ടു. ഈ വിഭാഗം ആളുകളാണ് അലി റളിയല്ലാഹു അൻഹുവിനെ ചെയ്യുന്നത്, കൊല്ലുന്നത്, അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്. വല്ലാത്തൊരു ചരിത്രമാണ് കൂഫയുടെ ചരിത്രം. ആ കൂഫയുടെ ചതിയുടെ ചരിത്രം തന്നെയാണ് കർബലയുടെ ചരിത്രം. ആ കർബലയുടെ ആ വിമർശനത്തിൻ്റെ വിരൽ ചൂണ്ടു നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ഷിയാക്കളിലേക്കാണ്. അദ്ദേഹം നോക്ക്, ഹുസൈൻ ഒന്നാണ് ഏറ്റവും കൂടുതൽ സഹായത്തിന് ആവശ്യമായിരുന്ന സമയത്ത് അവരൊന്നും ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ 4 വർഷത്തിനിപ്പുറം കരയാനും കൂക്കു വിളിക്കാനും നെഞ്ചത്തടിക്കാനും സ്വയം ഉപദ്രവിക്കാനും തുടങ്ങി. ഇന്നും അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കർബലയുടെ ചരിത്രം. വളരെ സംക്ഷിപ്തമായിട്ടാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ചർച്ചയുടെയും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുടെയും എല്ലാം കേളീരംഗമാണ് കർബല എന്ന് പറയുന്നത്. എന്നെക്കൊണ്ടാവുന്നത്ര അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എന്ത് നിലപാടാണ് എടുത്തത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് ഏത് നിലപാടിലാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത്, ആ നിലപാടിൽ നിന്നുകൊണ്ട് പറയാൻ ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ റബ്ബിനോട് മാപ്പ് ചോദിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുടെ കൂടെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ കൂടെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.